കാരനാണ്. ഞാൻ കോൺഗ്രസ്സുകാരനല്ല. കോൺഗ്രസും മുസ്ലിം ലീഗും ഒന്നല്ല, രണ്ട് തന്നെയാണ്. പക്ഷേ ഇന്ന് ജയിക്കേണ്ടത് കോൺഗ്രസ്സാണ്. എൻ്റെ അതിന് കാരണം കമ്മ്യൂണിസ്റ്റുകാരൻ ആലോചിക്കണം. ഇന്ന് ചൈനയിൽ മറ്റൊരു പാർട്ടിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ച് അവിടുത്തെ ഭരണാധികാരികൾ തീരുമാനിക്കുന്നത് പോലെ ഒരുപക്ഷെ 1947 ഇന്ത്യയുടെ 1946 ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുണ്ടാക്കുമ്പോൾ അങ്ങനെ ഉണ്ടാക്കി അതിലെ ഭൂരിപക്ഷം ഉപയോഗപ്പെടുത്തി ഇന്ത്യ കാലാകാലം കോൺഗ്രസ് ഭരിക്കുമെന്ന് ഭരണഘടനയിൽ എഴുതി വെക്കാനുള്ള ഒരവസരം ഒരു കാലത്ത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം മറന്നു പോവരുത്. അതോടൊപ്പം ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ അഭിമുഖമായി പ്രതിപക്ഷ നേതാവിൻ്റെ കസേര വേണ്ട എന്നാണ് തീരുമാനിച്ചതെങ്കിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തീരുമാനിച്ചത് സഖാവ് AKG പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ ഇരുന്നു കൊണ്ട് എന്നെ തിരുത്തട്ടെ, ജനാധിപത്യത്തിൽ തിരുത്തലും വേണം എന്നാണ്. എന്ന് കമ്മ്യൂണിസ്റ്റുകാരാ നീ ഓർക്കണം. കമ്മ്യൂണിസ്റ്റുകാരൻ പോയാൽ ഇന്ത്യ തകർന്നു പോകുമോ എന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും ബുദ്ധിശൂന്യരുണ്ടെങ്കിൽ അവരും ഓർക്കണം എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഈ നാട് നിലനിൽക്കണം. ഈ നാട് RSSനെ വെറുത്തിരുന്നു. RSSനെ കണ്ടാൽ മുഖം തിരിഞ്ഞ് നടന്ന ഒരു കാലം ഈ രാജ്യത്തുണ്ടായിരുന്നു. ഏത് കാലം എന്നറിയുമോ നിങ്ങൾക്ക്? 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ വിധിയുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ട് ഇന്ത്യയിൽ ഒരു ചരിത്രം പിറക്കുകയാണ് എന്ന് കാവ്യാത്മകമായ ശൈലിയിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറയുകയും ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആകാശത്തേക്ക് ഉയരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആനന്ദലഹരിയിൽ ആഹ്ലാദ നൃത്തം ചവിട്ടിയ കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, വൃദ്ധരുണ്ട്, യുവാക്കളുണ്ട്. ഡൽഹിയിൽ ഒരാൾ മാത്രം ഉണ്ടായിരുന്നില്ല. ആരായിരുന്നു അത്? ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മജി. എന്തേ അദ്ദേഹത്തിന് സങ്കടമായിട്ടാണോ? അല്ല, അദ്ദേഹം ഓടിയത് ബംഗാളിലെ നവഖാലയിലേക്കാണ്. ബംഗാളിലെ നവഖാലയിൽ ഹിന്ദുവും മുസൽമാനും പരസ്പരം ആയുധമെടുത്ത് പോരാടുന്നു എന്ന് കേട്ടപ്പോൾ എല്ലാം മറന്ന് അവിടേക്ക് പോയി. എങ്കിൽ നിങ്ങൾ ആയുധമെടുക്കുകയാണോ? എങ്കിൽ ഈ രാജ്യത്ത് എനിക്ക് ജീവിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മരണം വരെ നിരാഹാര സത്യാഗ്രഹം ഇരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തങ്ങളുടെ കൈകളിലുള്ള ആയുധങ്ങൾ മുഴുവനും പ്രിയപ്പെട്ടവരെ ഗാന്ധിജിയുടെ കാൽക്കൽ കൊണ്ടുപോയി വെച്ച് ഞങ്ങൾ അങ്ങ് പറയുന്നത് പോലെ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട ബാപ്പുജി, ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി, അദ്ദേഹം പറഞ്ഞൊരു സന്ദേശമുണ്ട്. ഇന്ത്യയുടെ സുന്ദരമായ മുഖത്തെ രണ്ട് മനോഹരമായ കണ്ണുകളാണ് ഹിന്ദുവും മുസൽമാനും. അതിലൊരു കണ്ണിന് പോറലേറ്റാൽ ഇന്ത്യയുടെ സൗന്ദര്യം വൈരൂപ്യമായി പോകും, ഇന്ത്യയുടെ സൗന്ദര്യം നഷ്ടമായി പോകും. ഇന്ത്യയുടെ സൗന്ദര്യം ഉയർന്നു നിൽക്കണം. അതിനൊരു സന്ദേശമുണ്ട്. ഹിന്ദു മുസ്ലിം ഭായി ഭായി, ഹിന്ദു മുസ്ലിം ഭായി ഭായി എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് RSSന്റെ നാഗ്പൂർ കാര്യാലയത്തിൽ ഉടനടി സവർക്കറുടെ പിൻഗാമികൾ യോഗം ചേർന്നു. ഈ ഗാന്ധിജി ഇന്ത്യയിൽ ജീവിച്ചിരിക്കാൻ പാടില്ല. ഈ ഗാന്ധിജി ഇന്ത്യയിൽ ജീവിച്ചിരുന്നാൽ നമ്മുടെ ലക്ഷ്യം സാർത്ഥകമാവുകയില്ല. തീരുമാനമെടുത്തു. 1947 നിന്ന് ഏതാനും മാസങ്ങൾ മാത്രം ഈ മണ്ണിൽ സ്വതന്ത്ര ഇന്ത്യയിൽ ജീവിച്ച ആ മനുഷ്യൻ ഡൽഹിയിലെ ബിർള മന്ദിരത്തിലേക്ക് പ്രാർത്ഥനാ യോഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് അദ്ദേഹത്തിന് മുമ്പിൽ വണങ്ങുന്നത് പോലെ നിൽക്കുന്നു. അദ്ദേഹം പുഞ്ചിരി തൂകി. അദ്ദേഹം കരുതി അദ്ദേഹത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. അരയിൽ ഒളിപ്പിച്ചു വെച്ച തോക്കെടുത്ത് പ്രിയപ്പെട്ടവരെ വെടിവെക്കുകയായിരുന്നു ആ വിരുമാറിലേക്ക്. റാം റാം ഹേ റാം എന്ന് പറഞ്ഞുകൊണ്ട് പിടഞ്ഞു മരിച്ചുപോയ ഒരു ബാപ്പുജിയുണ്ട്, ഒരു ഗാന്ധിജിയുണ്ട് ഇന്ത്യ മഹാരാജ്യത്ത് എന്ന് നമ്മൾ അറിയണം. ആരാ ചെയ്തത്? RSSന്റെ നാഥുറാം വിനായക് ഗോഡ്സെ. അയാളുടെ ചിതാഭസ്മം ഇന്നുമുണ്ട് നാഗ്പൂർ കാര്യാലയത്തിൽ. ഗാന്ധിജിയുടെ ചിതാഭസ്മം ഇന്ത്യയിൽ വിതറിയില്ലേ? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ചിതാഭസ്മം ഇന്ത്യയിൽ വിതറിയില്ലേ? ശ്രീമതി ഗാന്ധിയുടെ, രാജീവ് ഗാന്ധിയുടെ ചിതാഭസ്മവുമായി ഈ രാജ്യത്തിന്റെ നദീതടങ്ങളിലേക്ക് വന്നിട്ടില്ലേ? എങ്കിൽ പ്രിയപ്പെട്ടവരെ, തൂക്കുകയർ, ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം തൂക്കുകയർ വിധിച്ച നാഥുറാം വിനായക് ഗോഡ്സെയുടെ ചിതാഭസ്മം നാഗ്പൂർ കാര്യാലയത്തിലുണ്ട്. എന്തിനെന്നറിയുമോ? അത് ഇന്ത്യയിൽ വിതരണം ചെയ്യാനാണ്. ഇന്ത്യയിൽ അത് ഈ വിമാനത്തിൽ കൊണ്ടുപോയി ഇന്ത്യയുടെ സകല സ്ഥലങ്ങളിലേക്കും വിതറാനാണ്.
അങ്ങനെ അതിനവസരം കൊടുക്കാൻ പാടുണ്ടോ നമ്മൾ? അതിനവസരം കൊടുക്കാൻ പാടുണ്ടോ നമ്മൾ? അടുത്ത വർഷം 1925 ഓർക്കണം, ചരിത്രബോധമുള്ളവർ ഓർക്കണം, RSS രൂപീകരണത്തിന്റെ 100ാം വാർഷികമാണ്. RSS രൂപീകരണത്തിന്റെ 100ാം വർഷത്തിൽ അവരുടെ കൈകളിലേക്ക് ഇന്ത്യ എത്തുമെന്ന് അവരുടെ കണക്കുകൂട്ടലാണ്. എത്തില്ല, ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയാനുള്ള ആർജവമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയെ സ്നേഹിക്കുന്ന സർവ്വജനങ്ങളുടെ ഹൃദയങ്ങളിൽ മുളപൊട്ടേണ്ടത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ സംഘ് പരിവാറിനെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി നിരോധിച്ച ആഭ്യന്തര മന്ത്രിയുടെ പേര് RSSകാരാ. നിനക്ക് സ്വന്തമായി ഒരു നേതാവില്ലാത്തതിന്റെ പേരിൽ ഗുജറാത്തിൽ കൊണ്ടുപോയി ഒരു പ്രതിമ ഉയർത്തിയിട്ടില്ലേ? ആ മനുഷ്യനാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി RSSനെ നിരോധിച്ചത്. മറ്റാരുമല്ല, സർദാർ വല്ലഭായ് പട്ടേൽ. നിഷേധിക്കുമോ? കുറച്ച് കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോ തന്തയെ മാറ്റി പറയും, അതെന്റെ തന്തയല്ല, ഇതെന്റെ തന്തയാണ് എന്നൊക്കെ പറയുന്ന അവസ്ഥയുണ്ടായേക്കാം. പക്ഷേ ഞങ്ങളത് മറിക്കില്ല, ചരിത്രം ഞങ്ങളോട് കഥ പറയുന്നു എന്ന് സൂചിപ്പിക്കുകയാണ്. അങ്ങനെ ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവനും വെറുപ്പോടെ കണ്ട, അറപ്പോടെ കണ്ട RSSകാർക്ക് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി രാജകീയമായ സ്വീകാര്യത കിട്ടിയത് എന്നാണ്? 1977 ആദ്യമായി ശ്രീമതി ഇന്ദിരാഗാന്ധിയെ പുറത്താക്കി ഏത് ചെകുത്താനുമായും കൂട്ടുകൂടി കോൺഗ്രസിനെ തറപറ്റിക്കുക ആരുടെ ആഹ്വാനമാണ്? സഖാവ് ഏലംകുളം മനക്കൽ ബ്രഹ്മശ്രീ ശങ്കരൻ നമ്പൂതിരിപ്പാട്. നിഷേധിക്കുമോ? ഏതാണ് ഈ ചെകുത്താൻ? RSS എന്ന ചെകുത്താന്റെ പരം കൂടിയാലും കുഴപ്പമില്ല, നമുക്ക് കോൺഗ്രസിനെ തറപറ്റിക്കണം. ചോദിക്കട്ടെ കൂട്ടരെ, നെഹ്റുവിന്റെ മുമ്പിൽ പ്രതിപക്ഷ നേതാവ് AKG ആയിരുന്നില്ലേ? അല്ലേ? പട്ടം താണുപിള്ള EMS നമ്പൂതിരിപ്പാടിന്റെ മുമ്പിൽ ഇരുന്നില്ലേ? EMSന്റെ മുമ്പിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പ്രതിപക്ഷ നേതാവായിരുന്നില്ലേ? കെ കരുണാകരന്റെ മുമ്പിൽ നയനാർ വന്നില്ലേ? നയനാർ മുഖ്യമന്ത്രിയായപ്പോൾ കരുണാകരൻ പ്രതിപക്ഷ നേതാവായില്ലേ? പിന്നീട് ആന്റണി വന്നപ്പോൾ പ്രിയപ്പെട്ടവരെ ഇപ്പുറത്ത് പ്രതിപക്ഷ നേതാവ് നയനാറായിരുന്നില്ലേ? പിന്നീട് ഉമ്മൻചാണ്ടി വന്നപ്പോൾ VS അച്യുതാനന്ദനായിരുന്നില്ലേ? VS മുഖ്യമന്ത്രിയായപ്പോൾ പ്രിയപ്പെട്ടവരെ ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവായില്ലേ? പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോൾ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായില്ലേ? പിണറായി വീണ്ടും മുഖ്യമന്ത്രിയായപ്പോൾ VD സതീശൻ പ്രതിപക്ഷ നേതാവായില്ലേ? എന്തേ അങ്ങനെ? നെഹ്റു പോയപ്പോ AKG വന്നു, ഇന്ദിര പോയപ്പോ എന്തുകൊണ്ട് AKGയുടെ പിന്മുറക്കാർ വന്നില്ല? അതിനും നിങ്ങൾ ഉത്തരം പറയണം. നിങ്ങൾക്ക് വരണ്ട, നിങ്ങൾക്ക് ഏത് ചെകുത്താനെങ്കിലും അധികാരത്തിലേറ്റിയാൽ മതി എന്ന കാര്യം മറന്നുപോകരുത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു RSSകാരൻ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയായി ഇന്ത്യയുടെ പട്ടാളക്കാരും പോലീസുകാരും സല്യൂട്ട് അടിക്കുന്ന വിധത്തിൽ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് അതാരുടെ മന്ത്രിസഭയില? മൊറാർജി ദേശായിയുടെ മന്ത്രിസഭയില. ആരാ പിന്തുണച്ചത്? CPIM. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ആരാ? അടൽ ബിഹാരി വാജ്പേയി. ഞാൻ പറയുന്നത് കളവാണോ? ഞാൻ നടുവണ്ണൂരുകാരനാ. എന്റെ സ്വന്തം ചെലവിൽ മൈക്കുമെടുത്ത് പരസ്യമായി മാപ്പ് പറയാൻ ഞാൻ വരും. നിങ്ങൾ പറ, അടൽ ബിഹാരി വാജ്പേയിയെ നിങ്ങൾ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയാക്കിയില്ലേ? RSSകാരനെ. ലാൽകൃഷ്ണ അഡ്വാനി ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് മന്ത്രിയായിരുന്നില്ലേ ആ മന്ത്രിസഭയിൽ? നിങ്ങളോട് മറന്നുപോയല്ലേ? ഞങ്ങൾ മറക്കില്ല. VP സിംഗിന്റെ മന്ത്രിസഭ ഇടതുഭാഗത്ത് നിന്ന് ആരാ പിന്തുണച്ചത്? നിങ്ങളാ. വലതുഭാഗത്ത് നിന്ന് ആരാ പിന്തുണച്ചത്? അദ്വാനിയും വാജ്പേയിയുമാണ്. രാജീവ് ഗാന്ധി ഇന്ത്യ ഭരിക്കുമ്പോൾ 2 MP മാർ ആർക്ക്? BJPക്ക് അല്ലേ? പിന്നീടോ 88 ആരുണ്ടാക്കി കൊടുത്തു? ഡൽഹിയിലായിരുന്നു EMSന്റെ വോട്ട്. CPM അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്നു. ഡൽഹിയിലായിരുന്ന EMSനോട് ചോദിച്ചു പത്രക്കാർ, അന്ന് വിഷ്വൽ മീഡിയ ഇല്ലല്ലോ, നിങ്ങൾ ആർക്കാ വോട്ട് ചെയ്യുക? ഞാൻ കോൺഗ്രസിനെ തറപറ്റിക്കാൻ വോട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ എന്താ ഉത്തരം? പറ, എന്താ ഉത്തരം? ആരാണ് ആ VP സിംഗ് സർക്കാരിലേക്ക് 88 MP ഒരു സർക്കാരിന് പിന്തുണ കൊടുത്ത് ഭരിപ്പിച്ചത്? ഇനി നിങ്ങൾ കേൾക്ക്. കോൺഗ്രസും നേരിട്ട് ഭരിക്കാത്ത RSSന് പിന്തുണയില്ലാത്ത സർവ്വ ഗവൺമെന്റുകൾക്കും പിന്തുണ കൊടുത്ത പാർട്ടിയുടെ പേര് പറയുമോ എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ ഉള്ളൂ. ആ ഉത്തരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് തന്നെയാണ് എന്ന കാര്യം മുസ്ലിം ലീഗുകാരനാണ് ഞാൻ എന്നോർത്തുകൊണ്ട് തന്നെ പറയുകയാണ്. കേട്ടോ? ചന്ദ്രശേഖരൻ ഗവൺമെന്റ് പിന്തുണ ആർക്കുണ്ട്? നിങ്ങളെ പിന്തുണ ഉണ്ടോ? ഇല്ല. RSSന് പിന്തുണ ഉണ്ടോ? ഇല്ല. ആര് ഭരിപ്പിച്ചു? രാജീവ് ഗാന്ധി ഭരിപ്പിച്ചു. എന്തിനു വേണ്ടി? ഇന്ത്യ നിലനിൽക്കാൻ വേണ്ടി.
രാജീവ് ഗാന്ധിയുടെ പാർട്ടിയെ തോൽപ്പിച്ചു വന്ന MP-മാർക്ക് പിന്തുണ കൊടുത്ത് S. ചന്ദ്രശേഖരനെ പ്രധാനമന്ത്രിയാക്കി നിഷേധിക്കുമോ? അത് കഴിഞ്ഞു. പിന്നീട് ഒരു 13 ദിവസം വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അല്ലേ? വെറും 13 ദിവസം. വിശ്വാസ വോട്ട് നേടാൻ ഇന്ത്യയുടെ രാഷ്ട്രപതി പറഞ്ഞു, വിശ്വാസ വോട്ടിൽ ഏതെങ്കിലും തരത്തിൽ കാലുവെട്ടി, അതുപോലെ തന്നെ കാലുമാറ്റാനും കൈമാറ്റാനും ഒക്കെ ശ്രമം നടത്തി, വിജയിച്ചില്ല, പരാജയപ്പെട്ടു പോയി. അവസാനം ഇന്ത്യയുടെ പാർലമെന്റിന്റെ പിന്നാമ്പുറത്തുകൂടെ ഇറങ്ങിപ്പോവേണ്ട ഗതികേടുണ്ടായി. ആർക്ക്? പ്രിയപ്പെട്ടവരെ, ഈ പറയപ്പെട്ട VP സിംഗിന്. പ്രിയപ്പെട്ടവരെ, അതാ കടന്നു വരുന്നു KM ഷാജി സാഹിബ് നമ്മുടെ വേദിയിലേക്ക്. ഈ കേരളത്തിന്റെ മണ്ണിൽ പ്രിയപ്പെട്ടവരെ, ഏറ്റവും ശക്തമായി രാഷ്ട്രീയമായി പിണറായി വിജയൻ എന്ന് പറയുന്ന ഫാസിസ്റ്റ് ചിന്ത ഹൃദയത്തിൽ പേറുന്ന മനുഷ്യൻ കൃത്യമായി വേട്ടയാടുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ബഹുമാന്യനായ കേരള സംസ്ഥാന സെക്രട്ടറി ഒരു മുഖ്യമന്ത്രിയുടെയും ഒരു ഭീകരവാഴ്ചയുടെയും മുമ്പിൽ താൻ തന്റെ ഇച്ഛാശക്തി പണയപ്പെടുത്തില്ല എന്ന് ധീരമായി പ്രഖ്യാപിച്ച മുസ്ലിം ലീഗിന്റെ ബഹുമാന്യനായ സംസ്ഥാന സെക്രട്ടറി KM ഷാജി സാഹിബ് നമ്മുടെ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നു, ജ്യോതി ബാസുവിനെ പ്രധാനമന്ത്രിയാക്കുമോ എന്ന് ചോദിച്ച സോണിയാഗാന്ധി ഈ രാജ്യത്തുണ്ട്. കോൺഗ്രസിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് വെറുപ്പില്ല. ജ്യോതി ബാസുവിനെ പ്രധാനമന്ത്രിയാക്കുമോ എന്ന് ചോദിച്ച കോൺഗ്രസ് ഈ രാജ്യത്തുണ്ട്. ദേവഗൌഡക്കും ഗുജറാളിനും പിന്തുണ കോൺഗ്രസിൻ്റെതാണ്. RSSന്റെ പിന്തുണയാ ഗവൺമെന്റിനില്ല. സോമനാഥ് ചാറ്റർജിയെ ഇന്ത്യയുടെ സ്പീക്കറാക്കി നിർത്താൻ കോൺഗ്രസ് സന്നദ്ധമായിട്ടുണ്ട്. കോൺഗ്രസിന് ഒരു ലക്ഷ്യമായിരുന്നു, അത് മറ്റൊന്നുമായിരുന്നില്ല. നിങ്ങൾ അറിയണം, ഈ രാജ്യത്ത് RSS സംഘപരിവാർ ശക്തികൾ ഗാന്ധിജിയെ കൊന്നവർ ഈ നാട് ഭരിക്കാൻ പാടില്ല. അക്കൂട്ടത്തിൽ കാണാതെ പോയ ചിത്രം CPM-ന് പോലും പ്രധാനമന്ത്രി സ്ഥാനം തരാൻ ഞങ്ങൾ തയ്യാറാണെന്ന് കോൺഗ്രസ് പറഞ്ഞപ്പോഴും അതിനെ മനസ്സിലാക്കാൻ കഴിയാതെ പോയ കമ്മ്യൂണിസ്റ്റുകാരാണ്. ഈ നാടിന്റെ ശാപം അത് പിണറായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ആ പിണറായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഈ രാജ്യത്ത് വേണ്ടത് എന്ന ഒരു ചിത്രം കൂടി ഈ തെരഞ്ഞെടുപ്പിലൂടെ നമുക്ക് നടത്താൻ കഴിയേണ്ടതുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ബഹുമാന്യരായ നേതാവിന് വേണ്ടി വഴിമാറുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് UDF. ജനാധിപത്യ വിശ്വാസികളായ നാട്ടുകാരെ, UDF-ൻ്റെ സമുന്നതരായ നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, കേരളത്തിൻ്റെ കരുത്ത് അധികാരവർഗത്തിൻ്റെ മുഖത്തു നോക്കി നിർഭയത്തോടുകൂടി ഭരണാധികാരികളുടെ പിണറായി വിജയന്മാരുടെ അഴിമതിയെ തുറന്നു കാട്ടുന്നതിൽ ധീരതയോടെ മുന്നോട്ട് പോകുന്ന കേരളത്തിൻ്റെ കരുത്ത് ബഹുമാന്യനായ ശ്രീ KM ഷാജി സാഹിബ് കഴിഞ്ഞ 17 തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമായി ഈ 18ാമത്തെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഇന്ത്യയിൽ 1ാം ഘട്ട പോളിംഗ് ഇന്നലെ സമാപിച്ചപ്പോൾ ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്നുള്ള സന്ദേഹത്തോടെ ഇന്ത്യൻ ജനത മുന്നോട്ട് പോകുമ്പോൾ അതിനെ തടയിടുന്നതിനു വേണ്ടി 4000 കിലോമീറ്റർ കാൽനടയായും 6000 കിലോമീറ്റർ ഇന്ത്യൻ ജനതയോട് സംവദിച്ച് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യം ഇന്ത്യ മുന്നണിയിലൂടെ ഈ നരാധമ ഫാസിസ്റ്റ് ഭരണകൂട്ടത്തിനെതിരെ പോരാട്ടം നടത്തുന്നതിനിടയിലാണ് നമ്മുടെ ധീരനായ കേരള രാഷ്ട്രീയത്തിലെ കരുത്ത് ശ്രീ KM ഷാജി സാഹിബ് നടുവണ്ണൂരിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ദീർഘമായി ഇവിടെ സംസാരിക്കാൻ KM ഷാജി സാഹിബ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉള്ളതുകൊണ്ട് മറ്റ് രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഈ യോഗം അധ്യക്ഷത വഹിക്കുന്നത് UDF-ൻ്റെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ കൺവീനർ ശ്രീ അഷ്റഫ് പുതിയപുറപ്പാണ്. അദ്ദേഹത്തെ സ്നേഹത്തോടെ ഈ UDF തെരഞ്ഞെടുപ്പ് റാലിയിലേക്ക്, ഈ അധ്യക്ഷത പദവിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനം
ഈ പ്രൗഢമായ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കേരള രാഷ്ട്രീയത്തിൻ്റെ കരുത്ത്, ധീരത ശ്രീ KM ഷാജി സാഹിബാണ്. UDF പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ 2 ഉപഹാരം സമർപ്പിക്കപ്പെടുന്നുണ്ട്. ഒന്ന്, ഓൾ ഇന്ത്യ സിവിൽ സർവീസിൽ പരീക്ഷയിൽ കേരളത്തിൻ്റെ അഭിമാന്യം, നമ്മുടെ നടുവണ്ണൂർകാരൻ, ഉന്നത റാങ്ക് നേടിയ നടുവണ്ണൂരിൻ്റെ അഭിമാനം ശ്രീ റാഷിദ് അലി നാഗത്ത്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വൈക്കം സത്യാഗ്രഹം എന്ന ഏട് പുതിയ തലമുറയിലേക്ക് കൈമാറുന്നതിനു വേണ്ടി നമ്മുടെ പ്രദേശത്തുള്ള 100ഓളം കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ട് വൈക്കം സത്യാഗ്രഹം, വൈക്കം വീരഗാഥ എന്ന നാടകം സംവിധാനം ചെയ്ത പ്രിയപ്പെട്ട നാടക പ്രവർത്തകൻ ശ്രീ സുരേഷ് പാർവതീപുരം, അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട ശ്രീ സാജിദ് നടുവണ്ണൂർ, ശ്രീ K രാജീവൻ, ശ്രീ നിസാർ ചേലേരി, ശ്രീ കാവിൽ P മാധവൻ, ശ്രീ MK ജലീൽ, ശ്രീ കുഞ്ഞായൻകുട്ടി മാസ്റ്റർ, ശ്രീ ദാമോദരൻ കമ്മങ്ങാട്, ശ്രീ പരീദ് മാസ്റ്റർ, ശ്രീ P ഗംഗാധരക്കുറുപ്പ്, ഷബീർ നടുങ്ങണ്ടി, ബപ്പൻകുട്ടി നടുവണ്ണൂർ, ശ്രീ ലത്തീഫ് മാസ്റ്റർ, ശ്രീ മങ്ങര, ശ്രീ സത്യൻ KP, ഫായിസ് നടുവണ്ണൂർ, ശ്രീ മണ്ണാങ്കണ്ടി ഇബ്രാഹിം ഹാജി, ശ്രീ പറമ്പത്ത് ഖാദർ, സർവോപരി ഈ സമ്മേളനത്തെ വീക്ഷിക്കുന്നതിനു വേണ്ടിയും ശ്രീ KM ഷാജി സാഹിബിൻ്റെ പ്രസംഗം കേൾക്കുന്നതിനു വേണ്ടിയും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യരായ പ്രിയപ്പെട്ട നടുവണ്ണൂർകാരെ, ഈ പ്രദേശത്തുള്ള ജനാധിപത്യ വിശ്വാസികളെ, മുഴുവൻ ആളുകളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് യോഗ നടപടികൾ നിയന്ത്രിക്കുന്നതിനു വേണ്ടി ശ്രീ അഷ്റഫ് പുതിയപുറത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട വോട്ടർമാരെ, ജനാധിപത്യ വിശ്വാസികളെ, നമ്മൾ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന അഭിവന്ദനായ സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി ഷാജി സാഹിബിൻ്റെ പ്രസംഗത്തിനാണ്. അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നടുവണ്ണൂരിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി സിവിൽ സർവീസ് പരീക്ഷയിൽ റാങ്ക് ജേതാവായ പണക്കാട് സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങളുടെ അക്കാദമിയിലെ പ്രഥമ റാങ്ക് ഹോൾഡറായ പ്രിയപ്പെട്ട അഹമ്മദ് കുട്ടി നാഗത്ത്, കരുവണ്ണൂരിലെ നാഗത്ത് അഹമ്മദ് കുട്ടി മാഷുടെയും റംല ടീച്ചറുടെയും പ്രിയപുത്രനും നമ്മുടെ നാടിൻ്റെ പ്രിയപുത്രനുമായ റാഷിദ് അലിക്കുള്ള സ്നേഹോപകാരം ഈ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ അഭിവന്ദനായ KM ഷാജി സാഹിബ് സമർപ്പിക്കുന്ന ധന്യമായ മുഹൂർത്തത്തിലാണ്. അടുത്തത്, സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വൈക്കം സത്യാഗ്രഹം, ഉജ്ജ്വലമായ മുഹൂർത്തം. അത് വളരെ കൃത്യമായി ഈ നാടിന് സമർപ്പിച്ച കലാകാരൻ പ്രിയപ്പെട്ട സുരേഷ് പാർവതീപുരത്തിനുള്ള പുരസ്കാരവും പ്രിയപ്പെട്ട ഷാജി സാഹിബ് നൽകുന്നു. പ്രിയപ്പെട്ട ഷാജി സാഹിബ് നമ്മളെ അഭിസംബോധന ചെയ്യുന്നു. ജനാധിപത്യ വിശ്വാസികളെ, നല്ലവരായ സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, കാവിലെ വേദിയിലുണ്ട്. സാജിദ് നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞതാണ്. നിരവധി ആളുകൾ, ആഷികടക്കമുള്ള ആളുകളൊക്കെ വേദിയിലുണ്ട്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ ചർച്ചകൾ സജീവമായി കൊണ്ടിരിക്കുന്ന, രാഷ്ട്രീയമായ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഉയർന്നു വരുന്ന ഒരു സമയമാണിത്. കേവലമായ രാഷ്ട്രീയ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ മാത്രം ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു തെരഞ്ഞെടുപ്പല്ല ഇത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുന്ന നാട്ടിൻ്റെ വികസനം മാത്രമല്ല, അടിസ്ഥാനപരമായി ഒരു രാജ്യത്തിൻ്റെ മൗലികതയെ ബാധിക്കുന്ന, മൗലികമായി ഒരു രാഷ്ട്രം സൂക്ഷിക്കുന്ന ചില പ്രത്യേകതകളുണ്ട്. അതിൽ സ്പർശിക്കുന്ന വിഷയങ്ങൾ
ഉയർന്നു വരുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ 600 അഭിഭാഷകർ ഹരീഷ് സാൽവെ അടക്കമുള്ള BJPക്ക് വേണ്ടി വാദിച്ച വക്കീലന്മാരടക്കമുള്ള 600 പേർ സുപ്രീം കോടതിക്ക് കത്തെഴുതിയത് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ വിശ്വാസ്യത സംരക്ഷിക്കണമെന്നാണ്. വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽക്കുന്നു എന്ന ബോധ്യം ഇന്ത്യയുടെ മഹാസ്തംഭത്തിന് പറ്റുന്ന ഒരു പരിക്കാണ്. ലോകത്തിലെ UN അടക്കമുള്ള നിരവധി ഏജൻസികളുടെ ഒരുപാട് ഇൻഡെക്സുകളുണ്ട്. നമ്മുടെ രാജ്യം മറ്റ് രാജ്യവുമായി താരതമ്യം നടക്കുന്ന പഠനമാണത്. ആ ഇൻഡെക്സുകളിലൊക്കെ നമ്മൾ പിറകിലാണ്. പക്ഷെ അതിലേറ്റവും സങ്കടമുള്ളത് ഡെമോക്രാറ്റിക് ഇൻഡെക്സിനകത്ത് 2024 വിശേഷിപ്പിച്ചിരിക്കുന്നത് ഓട്ടോക്രാറ്റിക് ഡെമോക്രസിയാണ് ഇന്ത്യയിലെന്നാണ്. ഒരു ജനാധിപത്യവാദിയെ സംബന്ധിച്ചിടത്തോളം അതിന്മേൽ സങ്കടമുള്ള മറ്റൊന്നില്ല. രാജ്യം ഗൗരവപ്പെട്ട വിഷയങ്ങളിൽ അഭിരമിക്കുമ്പോഴും രാജ്യം ഭരിക്കുന്നവൻ ഇഷ്ടം അത് പറയാനല്ല, വേറെ ചിലത് പറയാനാണ്. ഇതാ ഇവിടെ നമ്മളെല്ലാവരും ഉണ്ടല്ലോ. എന്തിനാണ് നമ്മളിങ്ങനെ കൂടിയിരിക്കുന്നത്? വരുന്ന തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യം. രാഘവട്ടനെ ജയിപ്പിക്കലാണ് നമ്മളുടെ ലക്ഷ്യം. അതിനു വേണ്ടിയൊക്കെയുള്ള കൂടിയിരിക്കലാണ്. പക്ഷെ ഇതിനകത്ത് നിങ്ങൾക്കും എനിക്കൊക്കെ വേറെ ഒരു ഐഡന്റിറ്റി ഉണ്ട്. എന്താ അത്? ഞാൻ ലീഗ്, കാവിൽ കോൺഗ്രസ്, നിങ്ങൾ വേറെ ഒരാൾ കേരള കോൺഗ്രസ്, ഒരാൾ മുസ്ലിം, ഒരാൾ ഹിന്ദു, ഒരാൾ ക്രിസ്ത്യാനി, വ്യത്യസ്തമായ ഐഡന്റിറ്റി ഉണ്ട്. അതൊക്കെയും വിയോജിക്കാവുന്ന പ്രതലമാണ്. രാഷ്ട്രം എന്ന് പറയുന്ന അടിസ്ഥാനപരമായ പ്രശ്നത്തിൽ ഒരുമിച്ച് നിൽക്കേണ്ടവരെ വ്യത്യസ്തരാക്കി നിർത്തുക എന്ന തന്ത്രമാണ് 85% ഭരിക്കാൻ 15% വോട്ട് കൊണ്ട് BJPക്ക് കഴിയുന്ന തന്ത്രം. അത് ഗുണകരമായൊരു രാഷ്ട്രീയമല്ലല്ലോ യഥാർത്ഥത്തിൽ. ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത് എന്ന ഒരു പ്രയോഗമുണ്ട് മോദിയുടേത്. ഈ രാജ്യം ഭരിക്കുന്ന ആരാണ് ഹിന്ദുക്കൾക്ക് വേണ്ടി അല്ലാതെ ഭരിക്കാനാവുക? ഈ രാജ്യം ആര് ഭരിച്ചാലും ഹിന്ദുക്കൾക്ക് വേണ്ടിയല്ലേ ഭരിക്കാൻ പറ്റൂ. കാരണം 80% ഹിന്ദുക്കളാണ്. അവൻ്റെ തൊഴിൽ, അവൻ്റെ ജോലി, അവൻ്റെ തൊഴിലില്ലായ്മ, അവൻ്റെ ഭക്ഷണം, അവൻ്റെ വസ്ത്രം, അവൻ്റെ പാർപ്പിടം, അത് ഈ രാജ്യത്തിൻ്റെ അടയാളമല്ലേ. ഈ രാജ്യത്ത് എന്ത് നന്മയുണ്ടായാലും അതാദ്യം അനുഭവിക്കുക 80% വരുന്ന ഹിന്ദുക്കളാണ്. അത് കഴിഞ്ഞ് മുസ്ലിമുള്ളൂ, അത് കഴിഞ്ഞ് ക്രിസ്ത്യാനിയുള്ളൂ. ഈ രാജ്യത്തിന് എന്തു ദുരന്തമുണ്ടായാലും അതാദ്യം അനുഭവിക്കേണ്ടി വരുന്നതും 80% ഹിന്ദുക്കളാണ്. നരേന്ദ്രമോദി, നിങ്ങൾ ഡീസലിന്റെ വില കൂട്ടിയല്ലോ. ഏറ്റവും കൂടുതൽ അതിന്റെ വില കൊടുത്തത് ഈ രാജ്യത്തിലെ ഹിന്ദുക്കളല്ലേ? 80%. ഗ്യാസിന്റെ വില കൂട്ടിയപ്പോൾ ഏറ്റവും കൂടുതൽ കൊടുത്തത്, അരിയുടെ വില കൂട്ടിയപ്പോ, തൊഴിലില്ലാതെ പോയപ്പോ അവരല്ലേ അനുഭവിച്ചത്? അത് നിങ്ങൾക്ക് പ്രശ്നമല്ലേ? ഇല്ല. നിങ്ങളെ പ്രശ്നം എന്താ വെച്ചാൽ 80% വോട്ട് കിട്ടുക എന്നുള്ളതാണ്. നിങ്ങളുടെ മുമ്പിലുള്ളത് വോട്ടിന് വേണ്ടി മഹാഭൂരിപക്ഷം. എന്നാലോ തൻ്റെ അനുഭവങ്ങളൊക്കെ അനുഭവിക്കേണ്ടത് ന്യൂനപക്ഷം. മോദി പറയുന്ന ഒരു തമാശ എന്താണെന്ന് വെച്ചാൽ, ഇത്തവണ 2024 ബോംബെ ലോകത്തിലെ കോടീശ്വര സിറ്റിയാണ്, നഗരമാണ്, മില്യണേഴ്സ് സിറ്റി. 2023 വരെ അത് ബീജിംഗ് ആയിരുന്നു. ഇപ്പോൾ അദാനിയും അംബാനിയും ഒക്കെ ബോംബെയിൽ താമസിക്കുന്നത് കൊണ്ട് ബോംബെ ലോകത്തിലെ സമ്പന്ന നഗരമാണ്. ശരി, ആയിക്കോട്ടെ, സന്തോഷമല്ലേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ സമ്പന്നന്മാർ എങ്ങനെയാണ് സമ്പന്നരായത്? കുട്ടികളെ, നിങ്ങൾ ചെറുപ്പക്കാരെ, നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ChatGPT ഉണ്ടാകും, ഗൂഗിൾ ഉണ്ടാകും. ഒന്ന് സെർച്ച് ചെയ്യും. ഓരോരുത്തരുടെ പേര്. എലോൺ മസ്ക് ഉടൻ തന്നെ വരും. ടെസ്ല കാർ. എലോൺ മസ്ക് ടെസ്ല കാർ കണ്ടുപിടിച്ചു. സ്പേസ്കോ എന്ന കമ്പനി ഉണ്ടാക്കി. എലോൺ മസ്ക് ലോകത്തിലെ കോടീശ്വരനാണ്. രണ്ടാമതൊരു പൈസക്കാരനുണ്ട്, ബിൽ ഗേറ്റ്സ്. ബിൽ ഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റിന്റെ ഫൗണ്ടറാണ്, മൈക്രോസോഫ്റ്റിന്റെ ഉടമയാണ്, ലോകത്തിലെ കോടീശ്വരനാണ്. മൂന്നാമതൊരാൾ ഷെഫ് ബേസ്. ആരാണ്? ആമസോണിന്റെ മുതലാളിയാണ്. മറ്റൊരാൾ അലിബാബ, ഒരു കമ്പനിയാണ്, അതിന്റെ ഓണറാണ്. ഇവരൊക്കെ എന്താ ചെയ്തത്? ഇവരൊക്കെ ചെയ്തത് അവരുടെ പ്രോഡക്റ്റുകൾ ലോകത്ത് വിറ്റ് പൈസ ഉണ്ടാക്കി. അദാനി എന്താ കണ്ടുപിടിച്ചത്? ഒരു സൈക്കിള്,
ഒരു ഷർട്ട് ബ്രാൻഡ് ചെയ്തിട്ടുണ്ടോ അദാനി? അംബാനി എന്താ കണ്ടുപിടിച്ചത്? ഒരു മുട്ടുസൂചി? ഇല്ല. അദാനിയും അംബാനിയും കണ്ടുപിടിച്ചതാണ് നരേന്ദ്രമോദിയും പിന്നെ അമിത്ഷയും. ഈ രണ്ട് സാധനത്തിനെ വിറ്റിട്ടാണ് ഇവർ പൈസ ഉണ്ടാക്കിയത്. ഗവൺമെന്റിനെ ലൂട്ട് ചെയ്തതാണ്. രാജ്യത്തിലെ ജനങ്ങളുടെ കയ്യിൽ വരേണ്ട പണം നിങ്ങളെടുത്തതാണ്. ഇതാണ് പ്രശ്നം. നിങ്ങൾ രാജ്യത്തിലെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ ഇവർക്ക് താല്പര്യമില്ല. ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം. നരേന്ദ്രമോദിയുടെ കേരളത്തിലെ പ്രതിപുരുഷൻ ആരാണ്? നമ്മളുടെ സുരേന്ദ്രനാണ്. സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുകയാണ്. വയനാട്ടിൽ ആ സുരേന്ദ്രൻ കഴിഞ്ഞ ആഴ്ച വയനാട്ടുകാരായ ഞങ്ങൾക്ക് മോഹിപ്പിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയും തരാത്ത ഒരു വാഗ്ദാനം തന്നു. എന്താ അറിയോ? ഞാൻ ജയിച്ചാൽ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റിയിട്ട് ഗണപതി പട്ടം എന്നാക്കും. ഞങ്ങൾ വയനാട്ടുകാർ ഹാപ്പിയായി. കാരണം വയനാട്ടിൽ അടിസ്ഥാന പ്രശ്നം അതായിരുന്നു. വയനാട്ടിൽ ആന ഇറങ്ങുന്നത്, പുലി ഇറങ്ങുന്നത്, വയനാട്ടിൽ ബദൽ റോഡില്ലാത്തത്, വയനാട്ടിന് ചുരത്തിന് ബദൽ റോഡില്ലാത്തത്, രാത്രി സഞ്ചാരമില്ലാത്തത്, കർഷകർ ആത്മഹത്യ ചെയ്യുന്നത് എല്ലാം സുൽത്താൻ ബത്തേരി എന്ന ബോർഡ് കൊണ്ടാണ്. എൻ്റെ സുരേന്ദ്ര, നിങ്ങൾ ജനിക്കുമ്പോഴേ പൊട്ടന്മാരാണോ? അതല്ല BJPയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് പൊട്ടന്മാരാവുന്നതാണോ? ഇവിടെ ഈ രാജ്യത്ത് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. കോഴിക്കോട്ടുകാർക്ക് വേറൊരു വാഗ്ദാനമുണ്ട്. മുതലക്കുളത്തിൻ്റെ പേര് മാറ്റി താമരക്കുളമാക്കുന്നതാണ്. ഇങ്ങനെ പല പല വാഗ്ദാനങ്ങളുണ്ട്. ഇതൊരു കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന പ്രശ്നമാണോ സഹോദരന്മാരെ? ഇങ്ങനെയാണോ നിങ്ങൾ വിഷയത്തെ കാണേണ്ടത്? ഇപ്പൊ ഇത് നടുവണ്ണൂർ എങ്ങനെ പേര് വന്നതാണ്? ആരുടെ കുടുംബ പേരാണ്? സുൽത്താൻ ബത്തേരി ഏതെങ്കിലും ആരുടെങ്കിലും അമ്മായിയപ്പൻ്റെ പേരാ? അല്ല. കാലക്രമേണ രൂപപ്പെട്ടു വരുന്നതല്ലേ ഓരോ രാജ്യത്തെ പേര്. അതിനെ ഒരു മതമായിട്ട് ലിങ്ക് ചെയ്യുക, എന്നിട്ട് അത് മാറ്റിയിട്ട് വേറെ ആക്കാമെന്ന് വാഗ്ദാനം ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മളിലുള്ള ചെറിയ ചെറിയ, ഞാൻ നേരത്തെ പറഞ്ഞ മാറി നിൽക്കാവുന്ന നരമ്പ് രോഗം ഉണ്ടല്ലോ, അതിനെ ഉദ്ദീപിപ്പിക്കുക. ഇതാണൊരു ഭരണകൂടം ചെയ്യുന്നത്. അടിസ്ഥാന പ്രശ്നങ്ങളില്ല. എന്നിട്ട് ചുമ്മാ പറയാണ് മെയ്ക്ക് ഇൻ ഇന്ത്യ. 10 കൊല്ലമായിട്ട് BJP എന്താ മേക്ക് ചെയ്ത് ഇന്ത്യയിൽ? അദാനിനെ മേക്കി അല്ലേ? അദാനിനെ ഉണ്ടാക്കി, അംബാനിനെ ഉണ്ടാക്കി. ഈ രാജ്യത്തിന്റെ എയർപോർട്ട് നിങ്ങൾ വിറ്റു, സീപോർട്ട് വിറ്റു, വിമാന കമ്പനി വിറ്റു, കോർപ്പറേറ്റുകളെ വിറ്റു, വലിയ കോർപ്പറേഷനുകൾ വിറ്റു, ഒക്കെ വിറ്റില്ലേ? ഈ രാജ്യത്തിന്റെ മുതലാളിമാർക്ക് നിങ്ങൾ എന്താ ഉണ്ടാക്കിയത്? നിങ്ങൾ മനസ്സിലാക്കണം, 947 ഇന്ത്യയുടെ അവസ്ഥ എന്താണ്? വിൻസ്റ്റൺ ചർച്ചിൽ പറയുന്ന ഒരു വാക്കുണ്ട്. 947 ഇന്ത്യ ലോകത്തിന്റെ മുമ്പിൽ ഒരു മഹാദുരന്തമായിരിക്കും. കാരണം എന്താണ്? ദുരന്തം ആകുമായിരുന്നു. 4599 ജാതി, 325 ഭാഷ, വ്യത്യസ്ത മതങ്ങൾ, തമ്മിൽ തല്ലിച്ചാവാൻ 1000 കാരണങ്ങൾ. പക്ഷെ ഒരു മനുഷ്യൻ, ഒരു ഫഖീർ ഈ രാജ്യത്തിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ മുമ്പിൽ നടന്നു. ഗാന്ധിജി അധികാരം വിട്ട് രാജ്യം രക്ഷിക്കാൻ. ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന്റെ ത്രിവർണ്ണ പതാക ആകാശത്തേക്ക് ഉയരുന്ന ആദ്യ ദിവസം ആ മനുഷ്യൻ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ തല്ലിച്ചാവുന്ന നബുക്കളിയിലാണ് അരുതെന്ന് പറയാൻ. അവിടെയാണ് ഈ രാജ്യത്തിന് ദർശനം നൽകിയ ആ മനുഷ്യൻ മുന്നിലുണ്ടായിരുന്നു. ആ മനുഷ്യനെ നിങ്ങൾ വെടിവെച്ചു കൊന്നു. ആ മനുഷ്യൻ കൊല്ലപ്പെട്ടു പോകുന്ന ദിവസം രാത്രിയിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. വിറയാർന്ന ശബ്ദത്തിൽ നെഹ്റു പറയാൻ, ആ വിളക്കുമരം അണഞ്ഞുപോയി. എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ, ബുദ്ധിമുട്ട് വന്നാൽ ഞങ്ങൾക്ക് പോവാൻ നോക്കാൻ ആ മനുഷ്യനുണ്ടായിരുന്നു, ചോദിക്കാൻ, പറയാൻ. തീർന്നു. മതില് കെട്ടി നിൽക്കുന്നത് പോലെ മുമ്പിൽ ശൂന്യതയാണ്. പ്രസംഗത്തിന്റെ അവസാനം എത്തുമ്പോൾ നെഹ്റു സമചിത്തത കൈവരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ വിളക്കുമരം അണഞ്ഞുപോയി എന്ന് പറഞ്ഞുവോ? ഇല്ല, അത് അണഞ്ഞിട്ടില്ല. ആ മനുഷ്യന്റെ ദർശനങ്ങൾ ഈ രാജ്യത്ത് നിറഞ്ഞു കത്തിക്കൊണ്ടിരിക്കും. നെഹ്റു തുടങ്ങി ഭരിക്കാൻ ഗാന്ധിയൻ വീക്ഷണങ്ങളാണ്. പാവപ്പെട്ടവന്റെ പുരോഗതിയാണ് രാജ്യത്തിന്റെ പുരോഗതി എന്നത് നെഹ്റുവിന്റെ വീക്ഷണം മാത്രമല്ല, ഗാന്ധിയൻ വീക്ഷണമാണ്. ഡാമുകൾ ഉണ്ടാക്കി, എന്തിന്? കർഷകർക്ക് കൃഷി ചെയ്യാൻ. IIT ഉണ്ടാക്കി, NIT ഉണ്ടാക്കി, യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കി, നമ്മളുടെ മക്കൾക്ക് പഠിക്കാൻ.
ചേരി ചേരാ നയം എന്ന മനോഹരമായ ആ പ്രയോഗം തന്നെ നോക്കൂ നിങ്ങൾ. ചേരി ചേരാ നയം, ആരോടും പക്ഷം ചേരുകയല്ല, നിലപാടുകൾ. അങ്ങനെ ഒരു അന്താരാഷ്ട്ര സമീപനമുണ്ടാക്കി. പഞ്ചവത്സര പദ്ധതികൾ ഒന്നും രണ്ടുമല്ല, ഒരുപാട് നുള്ളിപ്പെറുക്കി കൂട്ടി ഒരു രാജ്യത്തെ വളർത്തി ഇങ്ങനെ കൊണ്ടുവന്ന് ഉഷാറാക്കി ഇങ്ങെത്തിയപ്പോ 10 കൊല്ലം ആ രാജ്യത്തിന്റെ മോള് കയറി കുത്തുന്നിട്ട് BJP കാരനും പറയും ഞങ്ങൾ ഉണ്ടാക്കിയ ഇന്ത്യ. എടോ, ബന്നിന്റെ മുകളിൽ മുന്തിരി വെച്ച മാതിരിയല്ലേ ഇപ്പത്. ബന്നിങ്ങനെ തീയും ചൂടൊക്കെ കൊണ്ടിട്ട് പൊന്തി വരും. അപ്പൊ കാണാൻ ചിലർ കൊണ്ടിട്ട് മുകളിലൊരു മുന്തിരിന്റെ ഇരുത്തം കണ്ടായിരിക്കും അതാ ഓനത് ഉണ്ടാക്കിയെന്നാണ്. അത് മാത്രമല്ലേ നിങ്ങള് ഗാന്ധിജി, ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യ മഹാരാജ്യത്ത് ഇപ്പൊ കേരളത്തിന്റെ വിസ്തൃതിയുള്ള ഭൂപ്രദേശം ചൈനയുടെ കയ്യിലാണ്. ഞാൻ സംസാരിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിലാണ്. ഇവിടെ റെക്കോർഡ് ചെയ്യുന്ന ക്യാമറയുണ്ട്. ഇന്ത്യൻ പാർലമെന്റിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമാണ് പറയുന്നത്. ഇന്ത്യയുടെ കൈവശമുണ്ടായിരുന്ന കേരളത്തോളം വലിപ്പമുള്ള ഭൂവിസ്തൃതി ചില കിലോമീറ്ററുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. കേരളവുമായി ചൈനയുടെ കയ്യിലാണ്, ചൈനയുടെ അധീനതയിലാണ്. എന്നിട്ടാ നിങ്ങളുടെ ഈ ബടായി. സംഘി പൂങ്കവന്മാർക്കറിയോ, മോദി ജനിക്കുന്നതിന് മുമ്പ് ഇന്ത്യ പാകിസ്ഥാനോട് യുദ്ധം ചെയ്ത് ജയിച്ചിട്ടുണ്ട്. മോദി ജനിക്കുന്നതിന് മുമ്പ് ലോകോത്തരമായ ഒരു ഭരണഘടന ഇന്ത്യ രാജ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. മോദി മുട്ടുകാലിൽ നടക്കാൻ പഠിക്കുന്നതിന് മുമ്പ് ഇന്ത്യ ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട്. മോദി കൊള്ളിയും കോലും കളിച്ചു നടക്കുന്ന കാലത്ത് ഇന്ത്യ ബക്രാനെങ്കൽ കനാൽ ഉണ്ടാക്കിയിട്ടുണ്ട്. മോദി സ്കൂളിലെ പാഠപുസ്തകം മറിച്ചു കളിക്കുന്ന കാലത്ത് ഇന്ത്യ ന്യൂക്ലിയർ റിസർച്ച് സെന്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. മോദി ആകാശം നോക്കി നടക്കുന്ന കാലത്ത് ഇന്ത്യയിൽ താരാപൂർ ന്യൂക്ലിയർ ഊർജ നിലയം ഉണ്ടാക്കിയിട്ടുണ്ട്. മോദി മുണ്ടുടുക്കാൻ പഠിക്കുന്നതിന് മുമ്പ് ഇന്ത്യയിൽ NIT ഉണ്ടായിട്ടുണ്ട്, IIM ഉണ്ടായിട്ടുണ്ട്, ഇന്ത്യയിൽ നിരവധി യൂണിവേഴ്സിറ്റികൾ ഉണ്ടായിട്ടുണ്ട്. മോദി RSSന്റെ ശാഖയിൽ ലാത്തി വീശി പഠിക്കുന്ന കാലത്തിന് മുമ്പ് 100,000 പാക് പട്ടാളത്തെ ഇന്ത്യൻ മിലിറ്ററിയുടെ മുമ്പിൽ മുട്ടുകുത്തിച്ചിട്ടുണ്ട് ഈ രാജ്യം എന്ന് പറയുന്നത്. തീരണില്ല. പ്രിയപ്പെട്ട മോഡി, അങ്ങ് റെയിൽവേ സ്റ്റേഷനിൽ ചായ വെറ്റ് നടക്കുന്ന കാലത്ത് രാജധാനി പോലെയുള്ള എക്സ്പ്രസ്സുകൾ ഇന്ത്യൻ റെയിൽവേയിൽ തലങ്ങും വിലങ്ങും ചീറിപ്പാഞ്ഞു പോയിട്ടുണ്ട്. എന്നിട്ടും നിങ്ങൾ പറയണത് നിങ്ങൾ ഇന്ത്യ ഉണ്ടാക്കിയെന്നാണ്. ഇതെന്തൊരു തമാശയാണ്, ഇതെന്തൊരു തമാശയാണ്. നിങ്ങൾ ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ജവഹർലാൽ യൂണിവേഴ്സിറ്റിയാണ് QSന്റെ ഇന്റർനാഷണൽ വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിലെ നമ്പർ 1. അറിയോ നിങ്ങൾക്ക് JNU ഇഷ്ടമല്ല. JNU ജനാധിപത്യത്തിന്റെ പ്രൊട്ടസ്റ്റ് നടക്കുന്ന ഇടമാണ്. നിങ്ങൾക്ക് രാഹുലിനോട് എന്താ വെറുപ്പ്? രാഹുൽ ദാരിദ്ര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു, സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അതിനപ്പുറം രാഹുൽ ഒരു അബദ്ധവും ചെയ്തിട്ടില്ലല്ലോ, ഒരു അബദ്ധവും ചെയ്തിട്ടില്ലല്ലോ. നിങ്ങളുടെ മാനിഫെസ്റ്റോയിലെ ബടായി എന്താ? നിങ്ങൾ ദാരിദ്ര്യമില്ല, പട്ടിണിയില്ല. തുടക്കത്തിൽ നിങ്ങൾ വായിച്ചോ, ഒക്കെ രസമാണ്, തമ്മിൽ തല്ലിക്കാനുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഏക സിവിൽ കോഡ്, CAA, NRC പിന്മാറി. എന്നിട്ട് പറയുന്ന കാര്യം എന്താ? നിങ്ങൾ 2035 ഒളിമ്പിക്സ് കൊണ്ടുവരും. ഭയങ്കരമാണ്. എടോ, ഒളിമ്പിക്സ് അവിടെ കിടക്കട്ടെ, സ്വന്തം നാട്ടിലെ കായിക താരങ്ങളോട് മാന്യമായിട്ട് പെരുമാറാൻ പഠിക്കാൻ പറയും നിങ്ങളുടെ മന്ത്രിമാരോടും നിങ്ങളുടെ പാർട്ടിക്കാരോടും. അതല്ലേ ആദ്യം ചെയ്യേണ്ടത്? അതല്ലേ നിങ്ങൾ റിയലൈസ് ചെയ്യാണ്. നിങ്ങൾക്കിപ്പോൾ വിഭ്രാന്തി ഉണ്ട്, ഭരണം പോവാൻ പോവാണ്. ഇന്നത്തെ കടക്കുന്ന ഈ ലേറ്റസ്റ്റ് ന്യൂസ് എന്താ അറിയോ നിങ്ങൾക്ക്? ഇന്നലെ എന്താണ്? ഇന്ത്യയിൽ എലോൺ മസ്ക് വിസിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. എലോൺ മസ്ക് ആരാണ് അറിയാലോ? ലോക കോടീശ്വരനാണ്, ടെസ്ല കാറിന്റെ അധിപതിയാണ്. ഇന്ത്യക്ക് വലിയ ഗുണമുണ്ടാവാനുള്ള സാധ്യതയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിട്ട് ഒരു മീറ്റിംഗ് തീരുമാനിച്ചു. എലോൺ മസ്ക് ആ തീരുമാനം മാറ്റി. അദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ കാണേണ്ടയാൾ പിറകെ വരാനിരിക്കുന്നതേ ഉള്ളൂ, തൽക്കാലം കാണുന്നില്ല. എലോൺ മസ്കിന്റെ, ഞാനിത് വെറുതെ പറയല്ലോ, എലോൺ മസ്ക് തീരുമാനിച്ചിരിക്കുന്നു, വരുന്നില്ല. നിങ്ങൾ വോട്ടിങ്ങിന്റെ പെർസെന്റേജ് നോക്കിയാൽ തോൽക്കുകയാണ്, പിറകോട്ട് പോവാണ്. എങ്ങനെയാ പിറകോട്ട് പോവാതിരിക്കുക? BJP-ക്കാരാ. ഞാൻ നിങ്ങളുടെ അറിവിലേക്ക്, നിങ്ങൾ മോട്ടോർ സൈക്കിൾ തള്ളി നടന്നിട്ടുണ്ട്, പെട്രോളിന്റെ വിലയൊക്കെ ഒക്കെ ശരി. 10 കൊല്ലം മുമ്പ് നിങ്ങൾ പറഞ്ഞെന്താ അറിയോ? ഇന്ത്യൻ റുപ്പി ICUവിലാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, എല്ലാവരുടെ കയ്യിലുള്ളി ആ ഗൂഗിൾ എടുത്തിട്ട് ഇന്നത്തെ ഡോളറിന്റെ വില ഒന്ന് ഡൗൺലോഡ് ചെയ്യും. 84 റുപ്യാണ്
ഇന്ത്യയുടെ ചരിത്രത്തിൽ വന്നിട്ടില്ല. 84 ഉറുപ്പ്യാണ് ഡോളറിന്. ഇത് കേൾക്കുമ്പോൾ നടുവണ്ണൂരത്തെ കുറച്ച് ആൾക്കാരൊക്കെ ചിരിക്കുന്നുണ്ട്. കാര്യം എന്താണ്? ഗൾഫുകാരാണ്. റിയാലിന് ഭയങ്കര വ്യത്യാസമാണല്ലോ. അത് താൽക്കാലിക സഹോദരന്മാരെ, അതത്ര മെച്ചമുള്ള കളിയല്ല. രാജ്യത്ത് താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് റിയാൽ 1000 ഉറുപ്പ്യ ആക്കുമ്പോൾ വലിയ പൈസ കിട്ടുന്നുണ്ടാവും. പക്ഷേ അതൊരു വലിയ ബെനിഫിറ്റ് അല്ല. ഒരു രാജ്യത്തിൻ്റെ എക്കണോമിയുടെ ബേസ് തകരുകയാണ്. നിങ്ങൾ 10 കൊല്ലം മുമ്പ് പറഞ്ഞത് ഇന്ത്യൻ റുപ്പി ICUവിലാണെന്നാണ്. 10 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ റുപ്പി മോർച്ചറിയിലെത്തി എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇതൊക്കെ രാജ്യത്തെ സ്ഥിതിയാണ്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇടതുപക്ഷക്കാരൻ നിങ്ങൾ നിശബ്ദരാവുന്നത്? നിങ്ങൾ എന്താണ് യഥാർത്ഥ കാര്യങ്ങൾ പറയാത്തത്? മോദി പറഞ്ഞൊരു തമാശയുണ്ട് ഇന്നലെ. ഞാൻ പോലും രാഹുലിനെ ആ പേര് വിളിച്ചിട്ടില്ല എന്നാണ്. പിണറായി വിമർശിക്കുന്ന പോലെ ഞാൻ വിമർശിച്ചിട്ടില്ലെന്നാണ്. പ്രിയപ്പെട്ട മോദി, നിങ്ങൾ എന്തിനാണ് വിമർശിക്കുന്നത്? നിങ്ങളുടെ അരുമ ശിഷ്യൻ ഇവിടെ ഉണ്ടല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാ പേരെടുത്ത് പറയണത്? നിങ്ങളുടെ ഒരു ആരാധകനല്ലേ ഈ സ്റ്റേറ്റ് ഭരിക്കണത്. പിന്നെ നിങ്ങളായിട്ട് എന്താ പറയണത്? കണ്ണൂരിലെ പ്രസംഗത്തിൽ ഞാൻ വേദിയിലുണ്ട്. എന്തു മനോഹരമായിരുന്നു രാഹുലിൻ്റെ പ്രസംഗം, എന്തു മനോഹരം. ചെയ്യുന്നത് എന്താണ്, ചെയ്യേണ്ടത് എന്താണ്, നാം ഒരുമിച്ച് നിൽക്കേണ്ടത് എന്താണ്. എന്നിട്ട് രാഹുൽ പറയുന്നുണ്ട്, ഞാൻ രാവിലെ എഴുന്നേറ്റാൽ ആലോചിക്കുന്നത് ഇന്ന് എങ്ങനെയാണ് BJPക്കാരനെ ഇറിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച്, അദ്ദേഹം ഉപയോഗിച്ച പ്രയോഗം ഇറിറ്റേറ്റ് ചെയ്യുക എങ്ങനെയാണെന്നാണ്. BJPക്കാരനെ എങ്ങനെ ദേഷ്യം പിടിക്കണമെന്ന് ആലോചിച്ചാണ് ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നത്. ഞാൻ പാർലമെൻറ്റിൻ്റെ അകത്തുകൂടെ പോകുമ്പോൾ BJP MP മാർ സ്വകാര്യം പറയും, ഇതാ പഹം വരുന്നുണ്ട്, നമ്മളെ ശരിയാക്കാനാണ്. ഞാൻ 24 മണിക്കൂറും BJP എതിർക്കുന്നു. പിണറായി വിജയൻ 24 മണിക്കൂറും എന്നെ എതിർക്കുന്നു. അതാണ് നിങ്ങൾക്ക് ദേഷ്യം പിടിച്ചത്. എന്നിട്ട് പറയാണ്, ഞാൻ ആ പേര് വിളിക്കണില്ല. ആര്? പിണറായി വിജയൻ. എൻ്റെ സഖാവ് പിണറായി വിജയ, നിങ്ങൾക്ക് നാട്ടുകാരല്ലെങ്കിലും മറ്റേ പേര് വിളിച്ചല്ലേ ശീലമുള്ളൂ. പരനാറി, നികൃഷ്ടജീവി, കുലങ്കുത്തി. എപ്പോഴാണ് മര്യാദകൾ സംസാരിച്ചത്? ഒരു മാന്യൻ ചോദിക്കാണ്, റോബർട്ട് വധേരെ അറിയോ? അറിയാ, പ്രിയങ്ക ഗാന്ധിന്റെ ഭർത്താവാണ്. തിരിച്ചൊരു ചോദ്യമുണ്ട്, വീണ വിജയൻ അറിയോ? അറിയോ? നിങ്ങളെ മോളാണ്. നിങ്ങൾ പറഞ്ഞത് ആ PV ഞാനല്ല, പക്ഷെ ഈ വീണ മോളല്ല എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങളെ മോളാണ്. അറിയോ? ദിവസങ്ങൾ കഴിഞ്ഞാൽ മതി, അധികമൊന്നും വൈകണ്ട. അതിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്ന് അറിയാൻ വലിയ ബുദ്ധിമുട്ട് വരില്ല. അതറിഞ്ഞോളും. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ എങ്ങനെയാ ഇതിന്, നിങ്ങൾക്ക് എങ്ങനെ, അല്ലെങ്കിൽ എങ്ങനെയാ ഇതിനെ എതിർക്കാനാവുക? സഹോദരന്മാരെ, നിങ്ങൾ അണ്ണാ ഹസാരക്ക് പിന്തുണ കൊടുത്താൽ അതുപോലത്തെ ഒരു കളവനെ ഇന്ത്യ കണ്ടിട്ടുണ്ടോ? അണ്ണാ ഹസാരയെ പോലെ. അണ്ണാ ഹസാര പോട്ട സഖാവേ, നിങ്ങൾ ഒരു ഉളുപ്പ് നിങ്ങൾക്ക് വേണ്ടേ? ആ ബാബ രാംദേവിന്, ആ കള്ള സന്യാസി വേഷം കിട്ടിയവൻ ആരാന്നറിയ? ഞങ്ങൾ മരുന്നിൽ മൂത്രം കലക്കി വിറ്റവനാണ്, കോടികൾ ഉണ്ടാക്കിയവനാണ്. ആ ബാബ രാംദേവിന് വേണ്ടി കേരളത്തിൽ 200 ചില്ലാനം പ്രകടനം നടത്തിയ പാർട്ടിൻ്റെ പേരാണ് CPM. എന്തിനു വേണ്ടി? കോൺഗ്രസിനെ താഴെ ഇറക്കാൻ, കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ. നിങ്ങൾക്ക് എന്തിനാണ് ഒരു രാഷ്ട്രീയ ബോധമുള്ളത്? K. മുരളീധരന്റെ പെങ്ങള്, അതിലും അപ്പുറം ഒരു ലെഗസി ഉണ്ട്. കരുണാകരന്റെ മകൾ BJPയിലേക്ക് പോയി. ഏത് ക്രൂഷ്യൽ സിറ്റുവേഷനിലാണ്? തള്ളിപ്പറഞ്ഞു മുരളി, അറുത്ത് മുറിച്ചു മാറ്റിയിരിക്കുന്നു എന്ന്. AK ആന്റണിയെ കുറിച്ച് ഒരുപാട് അഭിപ്രായ വ്യത്യാസമല്ലേ? പക്ഷേ ഇന്ന് വരെ ആരും പറഞ്ഞിട്ടില്ല 10 ഉറുപ്പ്യ കട്ടൂന്ന്. പഞ്ചായത്ത് മെമ്പർമാർ അഴിമതി നടത്തുന്നത് നമ്മുടെ നാട്ടിലാണ്. എണ്ണിയാൽ തീരാത്ത കോടാനുകോടി 10 കൊല്ലം കൈവെള്ളയിലൂടെ മറിഞ്ഞു പോയപ്പോഴും 1 ഉറുപ്പികയുടെ അഴിമതി ആരോപണം പറയാൻ പറ്റിയില്ല AK ആന്റണിക്കെതിരെ. നമുക്കെല്ലാവർക്കും ഇഷ്ടമായിരുന്നു. പക്ഷേ ആന്റണിയുടെ മകൻ അനിലിന് അത് ഇഷ്ടമില്ല. അനിലിന് കക്കുന്ന BJP ആണ് ഇഷ്ടം, കക്കാത്ത അപ്പനെ അല്ല. അതുകൊണ്ട് അവൻ BJPയിലേക്ക് പോയി. ആ വാർദ്ധക്യത്തിലും ആ മനുഷ്യൻ സ്വന്തം മകനെ തള്ളി പറഞ്ഞു. അനില് തോൽക്കണം, വിറച്ചുകൊണ്ട് പറഞ്ഞു, അനില് തോൽക്കണം, തോൽപ്പിച്ചിരിക്കണം. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങയുടെ മകളെ നിങ്ങൾ തള്ളി പറയോ? മകളെ തള്ളി പറയോ? സംഭവിക്കാൻ പോണെന്താണെന്നറിയോ? എഴുതി വെച്ചോ സഖാവേ, ഈ വെട്ടിപ്പ് കേസിൽ വീണ അറസ്റ്റിലായാലും 2 വെടിയെ പൊട്ടാൻ പോണത്. ഒന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും രാജിവെക്കണം, മറ്റൊന്ന് മരുമോൻ മന്ത്രിയും രാജിവെക്കണം. 2 പേരും അറിയങ്ങൾ. ഒരു വെടി കമ്മോഷനും മരുവനും, ഒന്ന് ഭാര്യ ഒന്ന് മകള്, ഇല്ലേ?
നിങ്ങൾ വെക്കുമെന്നൊന്നും എനിക്കറിയില്ല, ഉളുപ്പിൻ്റെ ഊക്ക് അത്ര ആയതുകൊണ്ട് നമുക്കറിയില്ല. ഞാൻ MV ഗോവിന്ദനോടാണ് ചോദിക്കണത്. നിങ്ങൾ പാർട്ടി സെക്രട്ടറി അല്ലേ സഖാവ് MV ഗോവിന്ദൻ? നിങ്ങൾ മുരളീധരനെ മാതൃകയാക്കണ്ട, നിങ്ങൾ ആന്റണിയെ മാതൃകയാക്കണ്ട, നിങ്ങൾ VS അച്യുതാനന്ദനെ മാതൃകയാക്കുക. ആ മനുഷ്യൻ്റെ മകൻ്റെ പേരിൽ ആരോപണം വന്നപ്പോൾ 9 പേജുള്ള കത്ത് CBIക്ക് എഴുതി അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് VS അച്യുതാനന്ദൻ. നിങ്ങൾ CBIക്കും ക്രൈം ബ്രാഞ്ചിന് എഴുതണ്ട, നടുവണ്ണൂർ പോലീസ് സ്റ്റേഷനിലെ ഹെഡ് കോൺസ്റ്റബിളിന് കത്ത് എഴുതും നിങ്ങൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട്. അത് പറ്റുമോ? നിങ്ങൾ കൂളായിട്ട് തള്ളിപ്പറയാണ്. ആരെ? വീണനല്ല, സഖാക്കളെ. ഏത് സഖാക്കളെ? നിങ്ങൾക്ക് വേണ്ടി ബോംബുണ്ടാക്കിയ സഖാക്കളെ കൂളായിട്ട് തള്ളിപ്പറയുന്നതിനൊരു പരിധി വേണ്ടേ? എവിടം വരെ തള്ളിയെന്നറിയോ നിങ്ങൾ? DYFI CPMന്റെ പോഷക സംഘടനയല്ല. എന്തൊരു വർത്താനാടോ ഇത്! ആ കുട്ടികളെ റോട്ടുമല്ലാക്കല്ലേ നിങ്ങൾ ചെയ്യുന്നത്? നമ്മളെ നാട്ടിൻ പുറത്തൊരു വർത്താനം നിങ്ങൾ പറഞ്ഞാൽ ഇല്ലാണ്ടാവുമോ? ചെക്കൻ്റെ മോൻ തണ്ടറിയാം, വാപ്പാരാന്നറിയില്ലേ? DYFI നിങ്ങളെ കുട്ടികളെന്ന് ആർക്കാ അറിയാത്തത്? ഓൻ്റെ കയ്യിലെ ബോംബ്, ഓൻ്റെ കയ്യിലെ കത്തി, ഓൻ്റെ കയ്യിലെ കോടാലി കണ്ടറിഞ്ഞൂടെ നിങ്ങളെ CPMന്റെ പോഷക സംഘടനയാണെന്ന്? അങ്ങ് തള്ളിപ്പറയാൻ എന്താ സുഖം? അല്ലെങ്കിൽ MV ഗോവിന്ദൻ്റെ മോൻ ബോംബുണ്ടാക്കുമോ? പിണറായി വിജയൻ്റെ മോൻ ബോംബുണ്ടാക്കുമോ? EP ജയരാജൻ്റെ മോൻ ബോംബുണ്ടാക്കുമോ? MV ജയരാജൻ്റെ മോൻ ബോംബുണ്ടാക്കുമോ? ശ്രീമതി ടീച്ചറുടെ മകൻ, ശൈലജ ടീച്ചറുടെ മകൻ, AK ബാലൻ്റെ മകൻ, അവരൊക്കെ പൈസ ഉണ്ടാക്കും. നാട്ടുകാരുടെ മക്കളോ ബോംബുണ്ടാക്കും. നാട്ടുകാരുടെ മക്കള്, ഇവരെ മക്കള് പൈസ ഉണ്ടാക്കിയിട്ട് സുഖമായിട്ട് ജീവിക്കും. നാട്ടുകാരുടെ മക്കള് നെഞ്ചത്ത് ബോംബ് ഓട്ടിയിട്ട് ചത്തുമലച്ച് കിടക്കും. അല്ലേ? ഇതല്ലേ? നിങ്ങൾക്ക് ആ കുട്ടികളെ തള്ളിപ്പറയാൻ ഒരു പ്രയാസമില്ല. ഏതെല്ലാം കൊലപാതകം, എന്തെല്ലാം പ്രശ്നങ്ങൾ ഞാൻ വിശദീകരിക്കുകയല്ല. എന്തെല്ലാം! ഒരു കുഞ്ഞനന്തൻ മാത്രമല്ല, CH അശോകനുണ്ട്. ഫസൽ കൊലക്കേസിലെ 3 പ്രതികളുടെ കൊലയുണ്ട്. ഷുക്കൂർ വധക്കേസിലെ ഒരു പ്രതിയുടെയും ഔട്ട്സ്പോക്കൺ ആയിട്ടുള്ള ഒരു പ്രതിയുടെ ഭാര്യയുടെയും ദുരൂഹ മരണമുണ്ട്. മൻസൂറിനെ കൊലപ്പെടുത്തിയ 2ാം പ്രതിയുടെ ദുരൂഹ മരണമുണ്ട്. ഇതൊക്കെ ഒരു കൊള്ള സംഘത്തിൻ്റെ അല്ല, ഒരു കൊലയാളി സംഘത്തിന് പോലും നിരക്കാത്ത വിധമുള്ള കലാപ നിങ്ങളുടെ പാർട്ടി. എന്നിട്ടും AK ബാലൻ പറയാൻ സംഗതിയൊക്കെ ശരിയാണ്. ഇനി ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട്, ഇതൊക്കെ ആയിക്കോട്ടെ, എന്നാൽ നാട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലും ഉപകാരം ചെയ്യണ്ടേ സഖാവ് പിണറായി വിജയ? നിങ്ങളിപ്പോൾ എന്താണ് ഒരു ജാഥ വന്നല്ലോ ഇവിടെ, ബസ്സിന് ലിഫ്റ്റ്, കക്കൂസ്, ബാത്റൂം, കുളിമുറിയൊക്കെ ആയിട്ട്. ആ ജാഥ പോയിട്ട് എത്ര മാസമായി? എന്താ നിങ്ങൾ നടുവണ്ണൂരിലെ പരിഹരിച്ചൊരു പ്രശ്നം? പേരാമ്പ്ര മണ്ഡലത്തിൽ, ബാലുശ്ശേരി മണ്ഡലത്തിൽ നിങ്ങൾ കണ്ടെത്തിയ ഫൈൻഡിങ്സ് എന്താണ്? പറയോ നിങ്ങൾ? അതിനെപ്പറ്റി പറയില്ല. ആ ജാതികൾ അതും അതിൻ്റെ വഴിക്ക് പോയി. നിങ്ങൾ എന്തു പറഞ്ഞാലും പറയുന്നൊരു കാര്യമുണ്ട്, കേന്ദ്ര മോദിയല്ലേ ഭരിക്കണത്? ആണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുവരെ മോദിനെ കുറിച്ച് പറഞ്ഞത്. പക്ഷേ നിങ്ങളൊരു മുഖ്യമന്ത്രിയല്ലേ, ഒരു ഫെഡറൽ സിസ്റ്റം അല്ലേ ഇത്? മുഖ്യമന്ത്രിൻ്റെ പണി എന്താ? കേന്ദ്രം ഭരിക്കുന്നു ഇങ്ങനെ ചിരിയും തോണ്ടിട്ട് നോക്കിക്കല അല്ലല്ലോ. ഇടക്കിടക്ക് ബസ്സിൽ ഇങ്ങനെ AC വെച്ച് പോവുക, ലിഫ്റ്റ് വെച്ച് പോവുക, വീട്ടിൽ സ്വിമ്മിങ് പൂൾ ഉണ്ടായിട്ട് മക്കളെ പേരെ കുട്ടികളെ പേരെ സ്വിമ്മിങ് ചെയ്ത് കളിക്കുക, പശുവിന് ഇങ്ങനെ പാട്ടൊക്കെ കൊടുത്ത് താരാട്ട് കൊടുത്ത് ഇങ്ങനെ ഉറക്കി കൊടുക്കുക. ഇതാണോ മുഖ്യമന്ത്രിൻ്റെ പണി? ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ നിങ്ങളുടെ റോളില്ലേ? സഖാവേ, ഞാൻ ചോദിക്കുന്നത്, കർണാടകയുടെ കേന്ദ്രം പാകിസ്ഥാനാ? തമിഴ്നാടിൻ്റെ കേന്ദ്രം ബംഗ്ലാദേശ? അല്ല, ഇന്ത്യ തന്നെയാണ്. എന്നാൽ നടുവണ്ണൂരിന്ന് 1 ലിറ്റർ പെട്രോൾ അടിച്ചിട്ട് നേരെ മംഗലാപുരത്ത് പോവാം. 1 ലിറ്റർ പെട്രോളിന് 10 റുപ്യ കുറവാണ് മംഗലാപുരത്ത്. അതിൻ്റെ സംഭവം എന്താ? ഞങ്ങൾ സിദ്ധരാമയ്യ പൈപ്പ് ഇട്ടിട്ട് സൗദി അറേബ്യയിൽ നിന്ന് പെട്രോൾ കൊണ്ടുവരികയാണ്. എൻ്റെ ചങ്ങായിമാരെ, ഇതേ നരേന്ദ്രമോദി കൊടുക്കുന്ന പെട്രോൾ തന്നെയാണ് സിദ്ധരാമയ്യ 10 റുപ്യ കുറച്ച് കൊടുക്കുന്നത്. നിങ്ങളെന്താ ചെയ്യണത്? സിദ്ധരാമയ്യ എന്താണ് നരേന്ദ്രമോദി കൂട്ടും, നിങ്ങളാകെ 2 കൂട്ടും. എടാ, ഈ നടുവണ്ണൂരിലെ അരിയുടെ വിലയാണോ ഗുണ്ടിൽപേട്ടയിലെ അരിയുടെ വില? നടുവണ്ണൂരിലെ പഞ്ചസാരയുടെ വിലയാണോ ഗൂഡല്ലൂരിലെ പഞ്ചസാരയുടെ വില? ഇവിടുത്തെ സാധനങ്ങളുടെ പച്ചക്കറിയുടെ വിലയാണോ തമിഴ്നാട്ടിലും കർണാടകയിലും? അല്ലല്ലോ. എന്തിന് സാധനങ്ങളുടെ? ഇതായി സ്ത്രീകൾ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ സ്ത്രീകളൊക്കെ കർണാടകയിലും തമിഴ്നാട്ടിലാണെങ്കിൽ എന്തൊരു രസമായിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്ക്. രാവിലെ വെറുതെ ഒന്ന് ബോറടിക്കുകയാണെങ്കിൽ നേരെ ബസ് കയറി കുത്തിർക്കുക, അങ്ങനെ പോവുക, നാട്ടിലെ കാഴ്ചകളൊക്കെ കണ്ട് വൈകുന്നേരമാകുമ്പോൾ കുട്ടികളും ഭർത്താവൊക്കെ തിരിച്ചു വരുമ്പോഴത്തേന് ഫ്രീ ആയിട്ട് വീട്ടിലെത്തിയാൽ മതി. എന്താ കാര്യം? ബസ്സിന് പൈസ ഇല്ല. സ്ത്രീകൾക്ക് ഫുള്ള് ഫ്രീ ആണ്. തമിഴ്നാട്ടിലും ഫ്രീ ആണ്, കർണാടകയിലും ഫ്രീ ആണ്. നമ്മളെ നാട്ടിൽ ബസ്സിൻ്റെ ഫ്രീ പോട്ടെ, പൈസ കൊടുക്കാൻ വെക്കുക. പൈസയും കൊടുത്ത് ബസ് കയറാൻ നേരത്തുണ്ട് സർക്കാരിൻ്റെ ഒരു പരസ്യം, അതിൽ മുഖ്യമന്ത്രിൻ്റെ മോന്ത. 2 ദിവസം വെള്ളം കുടിക്കൂല, ഉള്ള മൂട് പോയി പോവും. എന്ത് മുഖ്യമന്ത്രിയുടോ ഇത്? നിങ്ങൾ ഈ കഴിഞ്ഞ തവണയൊക്കെ ഇപ്പം എളമരം കരീമിൻ്റെ പോസ്റ്റർ കണ്ടോ? നിങ്ങൾ
ആ പോസ്റ്ററിൽ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടോ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ? പണ്ടെങ്ങനെയാണ് വലിയ മുഖ്യമന്ത്രി, ചെറിയ സ്ഥാനാർത്ഥി, അങ്ങനെയാണ്. ഇത്തവണ എന്താടോ ഈ നിങ്ങളുടെ ക്യാമ്പയിനറുടെ ഫോട്ടോ ഇല്ലാത്തത്? 1500 ഹോർഡിങ്ങിന് ഓർഡർ കൊടുത്തു സർക്കാർ, മുഖ്യമന്ത്രിയുടെ വലിയ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ക്യാൻസൽ ചെയ്തു. എന്താ കാരണം എന്നറിയോ? ഒരു ഹോർഡിങ്ങിന് വെച്ചിട്ട് 1000 വോട്ടടക്കം നഷ്ടാവുന്ന കണക്ക്. അതുകൊണ്ട് വേണ്ട വെച്ചു. ആ എന്ത് മുഖ്യമന്ത്രിയുടെ മൈക്കിന് വരെ ദേഷ്യം പിടിക്കുക. മൈക്ക് ഇയാളെ കാണുമ്പോൾ മൈക്ക് പൊട്ടി പോവുക. മെനഞ്ഞാന്നൊരു മൈക്ക് ഒറ്റ സൈഡിലേക്ക് ചെരിയൽ, അപ്പോഴത്തേക്ക് മൈക്കാരൻ പേടിച്ച് വന്നിട്ട് മൈക്കെല്ലാം കൊണ്ട് നേരെ പിടിച്ചു വെച്ച് മൈക്ക് ഇപ്പുറത്തേക്ക്. കുട്ടികളുണ്ടല്ലോ ഭക്ഷണം കൊടുക്കുമ്പോൾ അറിയണ് മൈക്ക് ഇയാളുടെ പറയാൻ പറ്റില്ല. അതാണ് ഇന്നലെ നോക്കുമ്പോൾ മൈക്കിൽ മൂപ്പരെന്തോ പറയാ, മൈക്ക് വേറെന്തോ പറയാ. ഞാനിത് തമാശ പറയുന്നത് നിങ്ങൾ കണ്ടതല്ലേ? ഒരു സിനിമയിൽ കൊച്ചിൻ ഹനീഫ ചോദിക്കുന്നുണ്ട്, ആനക്കെന്താ ബോറടിക്കൂലായിരുന്നു? എടോ മൈക്കിനും ബോറടിക്കും, തള്ള അമ്മാരി തള്ളാണ്, മൈക്കിന് മതിയായിട്ടാണ്. എന്തൊരു എന്നിട്ട് ബാലം പറയാണ് ഇതൊക്കെ ശരിയാണ്, എന്നാലും നിങ്ങൾ വോട്ട് ചെയ്യണം ഇളമരം കരീമിന്. എന്തേ? നമുക്ക് ചിഹ്നം രക്ഷിക്കണ്ടേ? ഏത് ജാതി തെരഞ്ഞെടുപ്പിൽ നമ്മൾ രാജ്യം രക്ഷിക്കാൻ വേണ്ടി വോട്ട് ചോദിക്കുകയാണ്, ഇവർ ചിഹ്നം രക്ഷിക്കാൻ വേണ്ടി വോട്ട് ചോദിക്കുകയാണ്. എൻ്റെ ബാല, എന്നാൽ ഒരു ചൊറുക്കുള്ള ചിഹ്നമാണെ തരക്കടില്ല. അരിവാള് ചുറ്റിക്ക തുടങ്ങിയിട്ടുള്ള മാരകായുധങ്ങളില്ലേ, പോനാൽ പോട്ടും. നമുക്ക് ബോംബ് എടുക്കാം, അതിനേക്കാൾ കുറച്ചുകൂടി നല്ല ചിഹ്നമല്ലേ? നിങ്ങളെ സ്വഭാവത്തിന് പറ്റിയത് കുറച്ചുകൂടി നല്ല ബോംബാണ്. ബോംബ് വെച്ചാൽ പോരെ? ഒരു പാർട്ടി, ഇതെന്തൊരു പാർട്ടിയുടെ എന്നിട്ടും സഖാക്കൾ ഉളുപ്പില്ലാണ്ട് പറയാൻ, കോൺഗ്രസിനെ തോപ്പിക്കാൻ, BJP തോപ്പിക്കാൻ നിങ്ങൾ CPM വോട്ട് ചെയ്യണം. സഖാക്കളെ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ആ ദേശാഭിമാനി മുഖത്തുനിന്ന് മാറ്റൂ. എന്നിട്ട് ഗൂഗിൾ എടുത്ത് സെർച്ച്. ഇവർ നിങ്ങളെ പറ്റിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ 20 മണ്ഡലത്തിലേക്കല്ല. നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്ത് നോക്ക്. 543 സീറ്റിലേക്കാണ് തെരഞ്ഞെടുപ്പ്. അത് നിങ്ങളോട് പറയാനിട്ടാണ്. ഈ സാധുക്കൾ 20 മണ്ഡലത്തിലെ വോട്ട് നോമിനേഷൻ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയാണ്. പഞ്ചാബി ഹൗസ് എന്ന് പറയുന്ന സിനിമയിൽ ഹരിശ്രീ അശോകൻ അറിയാലോ, മെലിഞ്ഞുണങ്ങിയിട്ടാണ്. ഹരിശ്രീ അശോകൻ പറയുന്നുണ്ട് എനിക്കൊരു കല്യാണം കഴിക്കണം. ദിലീപ് പറയുന്നുണ്ട് കഴിക്കലൊക്കെ കഴിക്കുക, പക്ഷെ ഒരു കാര്യമുണ്ട്, കല്യാണം കഴിക്കണമെങ്കിൽ മിനിമം താലി കെട്ടാനുള്ള ആരോഗ്യങ്ങളും വേണമെന്നാണ്. എൻ്റെ സഖാവേ, 543 മണ്ഡലത്തിലേക്ക് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മിനിമം ഒരു 30 സീറ്റിലേക്കെങ്കിലും നോമിനേഷൻ കൊടുക്കാനുള്ള ആപതെങ്കിലും ഇല്ലാണ്ട് എങ്ങനെയാണ് നിങ്ങൾ മത്സരിക്കുക? അപ്പം ചോദിക്കൂ, ലീഗോ? ഇവിടെ ലീഗ് ചെറിയ പാർട്ടിയാണ്, ഞങ്ങളൊരു ചെറിയ കൈവഴിയാണ്. ഞങ്ങൾക്ക് ബുദ്ധിയുള്ളതുകൊണ്ട് എന്ത് അറിയാം, ഞങ്ങൾ ഈ കൈവഴിയെ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മഹാപ്രഭാതത്തിലേക്ക് ചേർത്ത് വെച്ചു. ഞങ്ങൾ അതിന് കോമൺ സെൻസ് എന്ന് പറയൂ. കോമൺ സെൻസ്. നിങ്ങൾ എന്ത് പാർട്ടിയാണോ? ഞാൻ ചോദിക്കുക, ആകെ നിങ്ങൾക്ക് 3 MP-മാരാണ്. ഒന്ന് കേരളത്തിലെ ആരിഫാണ്, ബാക്കി 2 കഴിഞ്ഞവണ തമിഴ്നാട്ടിൽ നിന്നാടോ. ഈ ലീഗിൻ്റെ കൊടിയും കോൺഗ്രസിൻ്റെ കൊടിയൊക്കെ കൂട്ടിക്കെട്ടിയിട്ടാണ് ആ 2 ഒപ്പിച്ചെടുത്തത്. അറിയോ നിങ്ങൾ? ഇന്ത്യൻ പാർലമെൻറ്റിൽ നിങ്ങൾ 3, ഞങ്ങൾ 3ആണ്. എന്നിട്ട് ബഡായി പറയുന്നതിന് ഒരു പരിധി വേണ്ടേ? ചുമ്മാ എന്തൊക്കെ പറഞ്ഞു കൊടുക്കാൻ. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇവിടെ പിന്നെ മാഹി ബൈപ്പാസ് വന്നു. ഞാൻ എൻ്റെ മണ്ഡലം കണ്ണൂരാന്ന് നിങ്ങൾക്ക് അറിയാലോ. ഞാൻ ഇത്തവണ തോറ്റുപോയി. അവിടെ 10 വർഷം MLA ആയിരുന്നു. അങ്ങോട്ടൊക്കെ യാത്ര പലപ്പോഴും പോകേണ്ടി വരും. കോൺസ്റ്റൻസി ആണല്ലോ, പഴയ കോൺസ്റ്റൻസി അല്ലേ. അപ്പോൾ എനിക്കൊരു സന്തോഷമാണ്. കാര്യം എന്താണ്? മാഹി ബൈപ്പാസ് നല്ല സ്പീഡിൽ പോകാം. സഖാക്ക് ഇഷ്ടമായില്ല. കാര്യം എന്താ അറിയോ? അവർ മാഹിയിൽ കോൺഗ്രസിൻ്റെ കൂടെയാണ്, വടകരയിലോ കോൺഗ്രസിനെതിരാണ്. അപ്പോൾ ഈ ബൈപ്പാസ് വന്നപ്പോൾ വണ്ടി ഭയങ്കര സ്പീഡിലാണ് പോണത്. അപ്പോൾ അനൗൺസ്മെൻറ്റ് വണ്ടി രാഹുൽ ഗാന്ധിക്ക് വേ എന്ന് പറയുമ്പോഴത്തേന് വടകര എത്തി. ഡി എന്ന് പറയണോ ഡാന്ന് പറയണോ എന്ന് തീരുമാനിച്ചില്ല. വടകരയിൽ ഡാന്നാണ്, മാഹിയിലോ ഡി എന്നാണ്. എടോ, ബൈപ്പാസിന് സ്പീഡ് കൂടുമ്പോഴേക്കും നിലപാട് മാറുന്ന ഒരു പാർട്ടിയും കൊണ്ടാണ് നിങ്ങൾ ഇന്ത്യ ഭരിക്കാൻ വരുന്നത്. മനസ്സിലായി? ഞങ്ങൾ ഈ രാജ്യം ഭരിക്കാൻ വരുന്നത് അങ്ങനെ. അതിനുശേഷമാണ് നിങ്ങളോട് ഞാൻ ഒറ്റ കാര്യം പറയാം, പറ്റുമെങ്കിൽ ആ സീതാറാം യെച്ചൂരിയുടെ പ്രോഗ്രാം ഒന്ന് ആ ലൈറ്റ് ഒന്ന് ഓഫാക്കുക, അല്ലെങ്കിൽ തന്നെ ചൂടാണ്. എന്താണ് സീതാറാം യെച്ചൂരിയുടെ പ്രോഗ്രാം ലിസ്റ്റ് ഒന്ന് പതുക്കെ ചൂണ്ട്. അതിൽ നിങ്ങൾ നോക്ക്. 26-ാം തീയതിക്ക് ശേഷം മൂപ്പർക്ക് എന്താ പരിപാടി? 26 കഴിഞ്ഞാൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിയുമല്ലോ. അതുവരെയല്ലേ നടുവണ്ണൂർ ബാലുശ്ശേരി അടിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പുറത്ത് പോകണ്ടേ? പുറത്ത് നിങ്ങൾ എവിടെ മത്സരിക്കണത്? ആകെ തമിഴ്നാട്ടിലുണ്ട്, കഴിഞ്ഞുപോയി. എടോ, അത് കഴിഞ്ഞാൽ സീതാറാം യെച്ചൂരി രാഹുൽ ഗാന്ധി എവിടെ പോകണമെന്ന് നോക്കിയിട്ട് ലിസ്റ്റ് ഉണ്ടാക്കുകയാണ് മൂപ്പരുടെ പ്രോഗ്രാം. അല്ലാതെ നിങ്ങൾക്ക് എന്ത് പാർട്ടിയാണോ ഇത്? വേറെന്ത് പരിപാടിയുണ്ട്? ഞങ്ങൾ രാഘവേട്ടന് വോട്ട് വയ്ക്കണതേ ഒരു രാഷ്ട്രീയ ഉദ്ദേശത്തിലാണ്.
രാഹുൽ ഒരു പോരാട്ടത്തിലാണ്. കാശ്മീരിൽ ഒരു പെൺകുട്ടി മാനഭംഗം ചെയ്യപ്പെട്ടു എന്ന് കേട്ടപ്പോൾ നട്ടപ്പാതിരക്ക് 2:30 മണിക്ക് അർദ്ധരാത്രി തണുത്തുറഞ്ഞ ഡൽഹിയിൽ പുതപ്പ് വകഞ്ഞു മാറ്റിയ ആ മനുഷ്യൻ സമരത്തിന് വേണ്ടി തെരുവിലേക്ക് ഇറങ്ങാൻ. നടുവണ്ണൂർ നമുക്ക് പോകാൻ പറ്റുമോ? പക്ഷെ അങ്ങനെ രാഹുൽ ഇറങ്ങുമ്പോൾ ഇതാ ഞങ്ങൾ പിറകെയുണ്ടെന്ന് നടുവണ്ണൂർക്കാർക്ക് പറയാൻ നിങ്ങളുടെ വോട്ട് രാഘവട്ടന് കൊടുക്കുമ്പോഴാണ് അത് സാധ്യമാവുക. അതാണ് രാഷ്ട്രീയത്തിൽ ചെയ്യേണ്ട ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയാണ് വോട്ട്. നിങ്ങൾ വോട്ട് ചെയ്യുന്നത് രാഘവട്ടന് വേണ്ടി മാത്രമല്ല, രാജ്യത്തിനു വേണ്ടിയാണ്. രാജ്യം തിരിച്ചു വരികയാണ് സഹോദരന്മാരെ. ആ തിരിച്ചുവരവിൻ്റെ പോരാട്ടത്തിൽ നടുവണ്ണൂരിൻ്റെ ഭാഗധേയം ഉറപ്പിക്കാൻ നിങ്ങൾ കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ നൽകണം എന്നപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. പ്രിയപ്പെട്ടവരെ, നാളെ കൃത്യം 6 മണിക്കാണ് നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി MK രാഘവേട്ടൻ്റെ റോഡ് ഷോ നടുവണ്ണൂരിൽ എത്തിച്ചേരുന്നത്. എല്ലാവരും നടുവണ്ണൂരിൽ നാളെ 6 മണിക്ക് എത്തിച്ചേർന്നാൽ നമുക്ക് ആ റോഡ് ഷോയിൽ പങ്കാളിയാകാം. പ്രിയപ്പെട്ട കാവിൽ പി, ചടങ്ങിന് നന്ദി പറയാൻ വേണ്ടി പ്രിയപ്പെട്ട സത്യമാഷോട് അപേക്ഷിക്കുന്നു. പ്രിയമുള്ള UDF നേതാക്കളെ, നല്ലവരായ നാട്ടുകാരെ, നടുവണ്ണൂർ പഞ്ചായത്ത് UDF കമ്മിറ്റി സംഘടിപ്പിച്ച ഈ പൊതുസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ശ്രീ KM ഷാജി മുൻ MLA അവർക്ക് പഞ്ചായത്ത് UDF കമ്മിറ്റിയുടെ പേരിൽ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. അതേപോലെ ഈ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച പഞ്ചായത്ത് UDF കമ്മിറ്റി ചെയർമാൻ ശ്രീ അശോക് പുതിയപ്പുറത്തിനും പഞ്ചായത്ത് UDF കമ്മിറ്റിയുടെ നന്ദി രേഖപ്പെടുത്തുന്നു. അതേപോലെ ഈ യോഗത്തിൽ സംസാരിച്ച ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് K രാജീവൻ അവർക്കും പഞ്ചായത്ത് UDF കമ്മിറ്റിയുടെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ആളെ പേര് പറ. പ്രിയപ്പെട്ട നമ്മുടെ പെരുന്താട്ട് മായൻകുട്ടിക്ക ചെങ്കൊടി താഴേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മൂവർണ്ണ പതാക ഏറ്റുവാങ്ങിയിരിക്കുന്ന ഒരു ചരിത്ര മുഹൂർത്തത്തിലാണ് നമ്മളുള്ളത്. CPM ബന്ധം അവസാനിപ്പിച്ചുകൊണ്ട് ഇതാ UDFിലേക്ക് കടന്നു വരികയാണ്. അതുപോലെ ഈ പൊതുസമ്മേളനത്തിൽ സംസാരിച്ച സാജിദ് നടുവണ്ണൂർ, ശ്രീ ഷാജി മാസ്റ്റർ, ലത്തീഫ് മാസ്റ്റർ, മറ്റ് UDFിൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് വന്നിട്ടുള്ള ബഹുമാന്യനായ മായൻകുട്ടിക്ക പറഞ്ഞതെന്തറിയോ? ഞാൻ കാല് പൊട്ടി ഓപ്പറേറ്റ് ചെയ്ത് കമ്പിട്ട് 4 മാസം വീട്ടിൽ കിടന്നിട്ട് എൻ്റെ പാർട്ടിയിൽപ്പെട്ട ഒരു കുട്ടി എന്നെ തിരിഞ്ഞു നോക്കിയില്ല, എനിക്ക് ആ പാർട്ടി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നമ്മുടെ ഇടയിലേക്ക് മനുഷ്യനെ സ്നേഹിക്കുന്ന മനുഷ്യ സൗഹൃദത്തിന്റെ ഏറ്റവും വലിയ വാഴ്ത്താണ് UDF എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വരവെന്ന് അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം പറഞ്ഞു. നിങ്ങളോട് പറയണമെന്ന് അദ്ദേഹത്തിന് മൈക്കിന് മുമ്പിൽ പറയാൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ അറിയിക്കുകയാണ്. ഈ പൊതുസമ്മേളനത്തെ സംബന്ധിച്ച മുഴുവൻ UDF നേതാക്കൾക്കും ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകൾക്കും നല്ലവരായ നാട്ടുകാർക്കും പഞ്ചായത്ത് UDF കമ്മിറ്റിയുടെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഈ പൊതുസമ്മേളന പരിപാടികൾ ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു.